ഓം ശാന്തി. 2/2/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ശിവഭഗവാനുവാച: മധുരമായ കുട്ടികളെ, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, സ്നേഹിക്കൂ. കാരണം ഞാൻ തന്നെയാണ് നിങ്ങളെ സദാ സുഖം അനുഭവിക്കുന്നവർ ആക്കുവാൻ വന്നിരിക്കുന്നത്. ചോദ്യം: ഏത് കുട്ടികളിൽ നിന്നും അലംഭാവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവോ അവരുടെ മുഖത്തു നിന്നും ഏതൊരു വാക്കുകൾ സ്വതവേ വന്നുകൊണ്ടിരിക്കുന്നു? ഉത്തരം: ഭാഗ്യത്തിൽ എന്തുണ്ടോ അത് ലഭിക്കും. സ്വർഗത്തിൽ എന്തായാലും പോകും. ബാബ പറയുന്നു, ഈ വാക്കുകൾ പുരുഷാർത്ഥികളായ കുട്ടികളുടേതല്ല. ഉയർന്ന പദവി നേടുന്നതിൻ്റെ പുരുഷാർത്ഥം തന്നെ ചെയ്യണം. ബാബ ഉയർന്ന പദവി നൽകുവാനായി വന്നിരിക്കെ അലംഭാവം കാണിക്കാതിരിക്കൂ. ഗീതം. കുട്ടിക്കാലത്തെ ദിവസങ്ങൾ മറന്നു കളയരുത്. ഓം ശാന്തി. മധുരമായ ആത്മീയ കുട്ടികൾ ഗീതത്തിൻ്റെ വരിയുടെ അർത്ഥം മനസ്സിലാക്കി. ഇപ്പോൾ ജീവിച്ചിരിക്കെ നിങ്ങൾ പരിധിയില്ലാത്ത ബാബയുടേതായിരിക്കുന്നു. മുഴുവൻ കൽപ്പത്തിലും പരിധിയുള്ള പിതാവിൻ്റെതായി. ഇപ്പോൾ ബ്രാഹ്മണ കുട്ടികളായ നിങ്ങൾ മാത്രമാണ് പരിധിയില്ലാത്ത ബാബയുടേത് ആയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, പരിധിയില്ലാത്ത ബാബയിൽ നിന്നും നമ്മൾ പരിധിയില്ലാത്ത സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. അഥവാ ബാബയെ ഉപേക്ഷിച്ചുവെങ്കിൽ പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുക സാധ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷേ അല്പം കൊണ്ട് ആരും തൃപ്തരാകുന്നില്ല. മനുഷ്യർ ധനം ആഗ്രഹിക്കുന്നു. ധനമില്ലാതെ സുഖമുണ്ടാവുക സാധ്യമല്ല. ധനവും വേണം, ശാന്തിയും വേണം, നിരോഗി ശരീരവും വേണം. ലോകത്തിൽ ഇന്നെന്താണ്, നാളെ എന്തുണ്ടാകണം, ഇത് കുട്ടികളായ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. വിനാശം മുന്നിൽ നിൽക്കുന്നു. മറ്റാരുടെയും ബുദ്ധിയിൽ ഈ കാര്യങ്ങളില്ല. അഥവാ വിനാശം നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയാലും എന്താണ് ചെയ്യേണ്ടത് എന്നത് മനസ്സിലാക്കുന്നില്ല. കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നു, എപ്പോൾ വേണമോ യുദ്ധം തുടങ്ങാം. അല്പം തീപ്പൊരി ഉണ്ടാവുകയാണ് എങ്കിൽ തീ ആളിപ്പടരുവാൻ സമയമെടുക്കുന്നില്ല. കുട്ടികൾക്കറിയാം, ഈ പഴയ ലോകം സമാപ്തമായി കഴിഞ്ഞു. അതിനാൽ ഇപ്പോൾ വേഗത്തിൽ തന്നെ ബാബയിൽ നിന്നും സമ്പത്ത് നേടണം. ബാബയെ സദാ ഓർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ വളരെയധികം ഹർഷിതമായിരിക്കും. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ ബാബയെ മറന്ന് ദുഃഖം എടുക്കുന്നു. എത്ര ബാബയെ ഓർമ്മിക്കുമോ അത്രയും പരിധിയില്ലാത്ത ബാബയിൽ നിന്നും സുഖം എടുക്കും. ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നത് തന്നെ ഇങ്ങനെ ലക്ഷ്മി നാരായണൻ ആകുവാനാണ്. രാജാവിൻ്റെയും റാണിയുടെയും പ്രജയുടെ വേലക്കാരും ജോലിക്കാരും ആകുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ടല്ലോ. ഇപ്പോഴുള്ള പുരുഷാർത്ഥം പിന്നെ കൽപ്പാന്തരങ്ങളിലേക്ക് സ്ഥിരമാകുന്നു. നമ്മൾ എത്ര പുരുഷാർത്ഥം ചെയ്തു എന്നത് പിന്നീട് എല്ലാവർക്കും സാക്ഷാത്കാരമുണ്ടാകും. ഇപ്പോഴും ബാബ പറയുന്നു, തൻ്റെ അവസ്ഥയെ നോക്കിക്കൊണ്ടിരിക്കൂ. ആരിൽ നിന്നാണോ സ്വർഗത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നത്, ആ മധുരത്തിലും മധുരമായ ബാബയെ നമ്മൾ എത്ര ഓർമ്മിക്കുന്നുണ്ട്. നിങ്ങളുടെ മുഴുവൻ ആധാരം തന്നെ ഓർമ്മയുടെ മേലാണ്. എത്രത്തോളം ഓർമ്മിക്കുമോ അത്രയും സന്തോഷവും ഉണ്ടായിരിക്കും. ഇപ്പോൾ സമീപം വന്നെത്തിച്ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കും. ചിലർ ക്ഷീണിച്ചു പോവുകയും ചെയ്യുന്നു. ലക്ഷ്യം എത്ര ദൂരെയാണ് എന്നറിയില്ല. എത്തിച്ചേർന്നെങ്കിൽ പ്രയത്നവും സഫലമാകുന്നു. ഇപ്പോൾ ഏതു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുവോ ലോകം അതറിയുന്നില്ല. ഭഗവാൻ എന്ന് ആരെയാണ് പറയുന്നത് എന്നതും ലോകം അറിയുന്നില്ല. ഭഗവാൻ എന്ന് പറയുന്നുമുണ്ട്, പിന്നെ പറയുന്നു കല്ലിലും മൺകട്ടയിലുമുണ്ട്. ഇപ്പോൾ
കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ ബാബയുടേതായിരിക്കുകയാണ്. ഇപ്പോൾ ബാബയുടെ തന്നെ മതമനുസരിച്ച് നടക്കണം. വിദേശത്തായിരുന്നാലും അവിടെ കഴിയുമ്പോഴും കേവലം ബാബയെ ഓർമ്മിക്കണം. നിങ്ങൾക്ക് ശ്രീമത് ലഭിക്കുന്നു. ആത്മാവ് ഓർമ്മയിലൂടെ അല്ലാതെ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമാവുക സാധ്യമല്ല. നിങ്ങൾ പറയുന്നു, ബാബ, നമ്മൾ അങ്ങിൽ നിന്നും പൂർണ്ണമായും സമ്പത്തെടുക്കും. എങ്ങനെയാണോ നമ്മുടെ മമ്മയും ബാബയും സമ്പത്തെടുക്കുന്നത്, നമ്മളും പുരുഷാർത്ഥം ചെയ്ത് തീർച്ചയായും അവരുടെ സിംഹാസനത്തിൽ ഇരിക്കും. മമ്മയും ബാബയും രാജരാജേശ്വരിയാകുന്നു. അപ്പോൾ നമ്മളും ആകും. പരീക്ഷ എല്ലാവർക്കും ഒന്നു തന്നെയാണ്. നിങ്ങളെ വളരെ കുറച്ചാണ് പഠിപ്പിക്കുന്നത്. കേവലം ബാബയെ ഓർമ്മിക്കൂ. ഇതിനെ പറയുന്നത് തന്നെ സഹജ രാജയോഗ ബലം എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, യോഗത്തിലൂടെ വളരെ ബലം ലഭിക്കുന്നു. നമ്മൾ ഏതെങ്കിലും വികർമ്മം ചെയ്യുകയാണെങ്കിൽ വളരെയധികം ശിക്ഷകൾ ലഭിക്കും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പദവി ഭ്രഷ്ടമായി പോകും. ഓർമ്മയിൽ തന്നെയാണ് മായ വിഘ്നമിടുന്നത്. സദ്ഗുരുവിൻ്റെ നിന്ദകൻ ലക്ഷ്യസ്ഥാനം നേടുകയില്ല എന്ന് പാടപ്പെടുന്നു. അവർ പറയുന്നു, ഗുരുവിൻ്റെ നിന്ദകൻ. നിരാകാരനെ ആർക്കും അറിയില്ല. ഭക്തർക്ക് ഫലം നൽകുന്നത് ഭഗവാനാണ് എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. സാധു സന്യാസിമാർ എല്ലാം ഭക്തരാണ്. ഭക്തർ തന്നെയാണ് ഗംഗാസ്നാനം ചെയ്യാൻ പോകുന്നത്. ഭക്തർക്ക് ഫലം നൽകാൻ കഴിയില്ല. ഭക്തൻ ഭക്തർക്ക് ഫലം നൽകുന്നുവെങ്കിൽ പിന്നെ ഭഗവാനെ എന്തിനോർമ്മിക്കണം? ഇത് ഭക്തിമാർഗമാണ്. എല്ലാവരും ഭക്തരാണ്. ഭക്തർക്ക് ഫലം നൽകുന്നവൻ ഭഗവാനാണ്. കൂടുതൽ ഭക്തി ചെയ്യുന്നവർ കുറച്ച് ഭക്തി ചെയ്യുന്നവർക്ക് ഫലം നൽകും എന്നല്ല. അങ്ങനെയല്ല. ഭക്തി എന്നാൽ ഭക്തി. രചനയ്ക്ക് എങ്ങനെ സമ്പത്ത് നൽകുവാനാണ്? സമ്പത്ത് രചയിതാവിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത്. ഈ സമയം എല്ലാവരും ഭക്തരാണ്. എപ്പോഴാണോ ജ്ഞാനം ലഭിക്കുന്നത്, അപ്പോൾ പിന്നെ ഭക്തി സ്വയമേ തന്നെ വിട്ടുപോകുന്നു. ജ്ഞാനം സിന്ദാബാദ് ആകുന്നു. ജ്ഞാനമില്ലാതെ എങ്ങനെ സദ്ഗതി ഉണ്ടാകും? എല്ലാവരും തങ്ങളുടെ കണക്കുകൾ സമാപ്തമാക്കി പോകുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, വിനാശം മുന്നിൽ നിൽക്കുന്നു. അതിനു മുമ്പ് പുരുഷാർത്ഥം ചെയ്ത് ബാബയിൽ നിന്നും പൂർണ്ണ സമ്പത്തെടുക്കണം. നിങ്ങൾക്കറിയാം, നമ്മൾ പാവന ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആര് ബ്രാഹ്മണരാകുമോ അവർ തന്നെ നിമിത്തമാകും. ബ്രഹ്മ മുഖവംശാവലി ബ്രാഹ്മണൻ ആകാതെ നിങ്ങൾക്ക് ബാബയിൽ നിന്നും സമ്പത്തെടുക്കുവാൻ സാധിക്കില്ല. ബാബ കുട്ടികളെ രചിക്കുന്നത് തന്നെ സമ്പത്ത് നൽകുവാനാണ്. നമ്മൾ ശിവബാബയുടേത് തന്നെയാണ്. സൃഷ്ടി രചിക്കുന്നത് കുട്ടികൾക്ക് സമ്പത്ത് നൽകുവാനാണ്. ശരീരധാരികൾക്ക് തന്നെയാണല്ലോ സമ്പത്ത് നൽകുന്നത്. ആത്മാക്കളാണെങ്കിൽ മുകളിൽ വസിക്കുന്നു. അവിടെ സമ്പത്തിൻ്റെയോ പ്രാപ്തിയുടെയോ കാര്യം തന്നെയില്ല. നിങ്ങൾ ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്ത് പ്രാപ്തി നേടിക്കൊണ്ടിരിക്കുന്നു. അത് ലോകത്തിനറിയില്ല. ഇപ്പോൾ സമയം സമീപം വന്നുകൊണ്ടിരിക്കുന്നു. ബോംബുകൾ സൂക്ഷിച്ചു വയ്ക്കാൻ ഉള്ളവയല്ല. തയ്യാറെടുപ്പുകൾ വളരെയധികം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാബ നമുക്ക് ആജ്ഞ നൽകുന്നു, എന്നെ ഓർമ്മിക്കൂ. ഇല്ലെങ്കിൽ അവസാനം വളരെയധികം കരയേണ്ടി വരും. രാജവിദ്യയുടെ പരീക്ഷയിൽ ചിലർ തോറ്റുപോകുന്നു. അപ്പോൾ ദേഷ്യം കാരണം പോയി മുങ്ങി മരിക്കുന്നു. ഇവിടെ ദേഷ്യത്തിൻ്റെ കാര്യമില്ല. അവസാനം നിങ്ങൾക്ക് വളരെയധികം സാക്ഷാത്കാരമുണ്ടാകും. നമ്മൾ എന്തെല്ലാമായിരിക്കും ആവുക എന്നത് അറിയാൻ കഴിയും. ബാബയുടെ കാര്യമാണ് പുരുഷാർത്ഥം ചെയ്യിക്കുക എന്നത്. കുട്ടികൾ പറയുന്നു, ബാബ, നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഓർമ്മിക്കുന്നത് മറന്നുപോകുന്നു. ചിലർ പിന്നെ പറയുന്നു, ഓർമ്മിക്കാനുള്ള ഒഴിവ് സമയം ലഭിക്കുന്നില്ല. അപ്പോൾ ബാബ പറയും, ശരി,
സമയം കണ്ടെത്തി ഓർമ്മയിലിരിക്കൂ. ബാബയെ ഓർമ്മിക്കൂ. പരസ്പരം കണ്ടുമുട്ടുമ്പോഴും ഇതേ പ്രയത്നം ചെയ്യൂ. നമ്മൾ ബാബയെ ഓർമ്മിക്കട്ടെ. ഒത്തുചേർന്ന് ഇരിക്കുമ്പോൾ നിങ്ങൾ നന്നായി ഓർമ്മിക്കും, സഹായം ലഭിക്കും. മുഖ്യമായ കാര്യമാണ് ബാബയെ ഓർമ്മിക്കുക എന്നത്. ചിലർ വിദേശത്തേക്ക് പോകുന്നു. അവിടെയും കേവലം ഒരു കാര്യം ഓർമ്മ വയ്ക്കൂ. ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമാകുന്നത്. ബാബ പറയുന്നു, കേവലം ഒരു കാര്യം ഓർമ്മ വയ്ക്കൂ, ബാബയെ ഓർമ്മിക്കൂ. യോഗബലത്തിലൂടെ സർവ പാപവും ഭസ്മമാകും. ബാബ പറയുന്നു, മന്മനാഭവ, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ വിശ്വത്തിൻ്റെ അധികാരിയാകും. മുഖ്യമായ കാര്യം തന്നെ ഓർമ്മയുടേതാണ്. എവിടെയെങ്കിലും പോകുന്ന കാര്യമില്ല, വീട്ടിലിരുന്നു കൊള്ളൂ. എന്നാൽ ബാബയെ ഓർമ്മിക്കൂ. പവിത്രമായില്ല എങ്കിൽ ഓർമ്മിക്കുവാൻ സാധിക്കില്ല. എല്ലാവരും ക്ലാസ്സിൽ വന്ന് പഠിക്കുകയൊന്നുമില്ല. മന്ത്രമെടുത്തു, പിന്നെ എവിടെയും പൊയ്ക്കൊള്ളൂ. സതോ പ്രധാനമാകാനുള്ള വഴി ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ സെൻറ്ററിൽ വരുമ്പോൾ മുതൽ പുതിയ പുതിയ പോയിന്റ്സ് കേട്ടുകൊണ്ടേയിരിക്കും. അഥവാ ഏതെങ്കിലും കാരണവശാൽ വരാൻ സാധിക്കുന്നില്ല എങ്കിൽ, മഴ പെയ്യുകയാണ് എങ്കിൽ, കർഫ്യൂ ഉണ്ടാവുകയാണ് എങ്കിൽ, ആർക്കും പുറത്തിറങ്ങുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തു ചെയ്യും? ബാബ പറയുന്നു, ഒരു കുഴപ്പവുമില്ല. ശിവക്ഷേത്രത്തിൽ പോയി ജലധാര നടത്തേണ്ടി വരും എന്നൊന്നുമില്ല. എവിടെ ഇരുന്നാലും നിങ്ങൾ ഓർമ്മയിലിരിക്കൂ. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ഓർമ്മിക്കൂ. മറ്റുള്ളവരോടും പറയൂ, ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ വികർമ്മം വിനാശമാകും, ദേവതയായി മാറും. 2 വാക്കുകൾ തന്നെയാണുള്ളത്. ബാബയാകുന്ന രചയിതാവിൽ നിന്ന് തന്നെ സമ്പത്ത് നേടണം. രചയിതാവ് ഒന്നേ ഉള്ളൂ. ആ ഒന്ന് എത്ര സഹജമായ വഴി പറഞ്ഞു തരുന്നു. ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ മന്ത്രം ലഭിച്ചു. ബാബ പറയുന്നു, ഈ കുട്ടിക്കാലം മറന്നു പോകരുത്. ഇന്ന് പുഞ്ചിരിക്കുന്നു, നാളെ കരയേണ്ടി വരും. അഥവാ ബാബയെ മറന്നു എങ്കിൽ ബാബയിൽ നിന്നും പൂർണ്ണമായും സമ്പത്ത് നേടണം. ഇങ്ങനെ ധാരാളം പേരുണ്ട്. അവർ പറയുന്നു, സ്വർഗത്തിലേക്ക് പോകുമല്ലോ. അപ്പോൾ ഭാഗ്യത്തിൽ എത്ര ഉണ്ടാകുമോ അത്രയും. അവരെ പുരുഷാർത്ഥി എന്ന് പറയുകയില്ല. മനുഷ്യർ പുരുഷാർത്ഥം ചെയ്യുന്നത് തന്നെ ഉയർന്ന പദവി നേടാനാണ്. ബാബയിൽ നിന്നും ഉയർന്ന പദവി ലഭിക്കുന്നു എന്നിരിക്കെ അലംഭാവം എന്തിനു കാണിക്കണം? സ്കൂളിൽ ആരാണ് പഠിക്കാത്തത് അവർക്ക് പഠിച്ചവരുടെ മുന്നിൽ തല കുനിക്കേണ്ടി വരും. ബാബയെ പൂർണ്ണമായും ഓർമ്മിക്കുവാൻ കഴിയില്ലെങ്കിൽ പ്രജയിൽ വേലക്കാരും സേവകരും പോയി ആകും. ഇതിൽ സന്തോഷിക്കാൻ പാടില്ല. കുട്ടികൾ സന്മുഖത്ത് റിഫ്രഷായി പോകുന്നു. പല ബന്ധനസ്ഥരുമുണ്ട്, കുഴപ്പമില്ല. വീട്ടിലിരുന്നു കൊണ്ട് ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കൂ. എത്ര മനസ്സിലാക്കിച്ചു തരുന്നു. മൃത്യു മുന്നിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ യുദ്ധം ആരംഭിക്കും. കാണപ്പെടുന്നത് യുദ്ധം ഇതാ പൊട്ടി പുറപ്പെട്ടു കഴിഞ്ഞു എന്നതുപോലെയാണ്. റേഡിയോയിലൂടെ മുഴുവൻ അറിയാൻ കഴിയുന്നു. അല്പമെങ്കിലും കുഴപ്പം കാണിച്ചാൽ നമ്മൾ ഇങ്ങനെ ചെയ്യും എന്ന് പറയും. മുൻകൂട്ടി തന്നെ പറയുന്നു. ബോംബുകളുടെ ഗർവ് വളരെയധികമുണ്ട്. ബാബയും പറയുന്നു, കുട്ടികൾ ഇതുവരെ യോഗബലത്തിൽ അത്ര സമർത്ഥരായിട്ടില്ല. യുദ്ധം അങ്ങനെ അങ്ങ് തുടങ്ങുക എന്നത് ഡ്രാമയനുസരിച്ചുണ്ടാവുകയില്ല. കുട്ടികൾ പൂർണ്ണമായും സമ്പത്ത് എടുത്തിട്ടില്ല. ഇപ്പോൾ പൂർണ്ണമായും രാജധാനി സ്ഥാപിതമായിട്ടില്ല. അല്പം സമയം ആവശ്യമാണ്. പുരുഷാർത്ഥം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് സമയത്താണ് എന്തെങ്കിലും ഉണ്ടാവുന്നത് എന്നറിയില്ല. എയ്റോപ്ലെയിൻ വീഴുന്നു, ട്രെയിൻ മറിയുന്നു. മരണം എത്ര സഹജമായി നിൽക്കുകയാണ്. ഭൂമി കുലുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ജോലി ചെയ്യേണ്ടത് എർത്ത് ക്വേക്കിനാണ്.
ഭൂമി കുലുക്കത്തിനാണ്. ഇത് കുലുങ്ങുമ്പോഴാണല്ലോ മുഴുവൻ കെട്ടിടങ്ങളും മറ്റും വീഴുന്നത്. മൃത്യു ഉണ്ടാകുന്നതിന് മുമ്പേ ബാബയിൽ നിന്നും പൂർണ്ണമായും സമ്പത്തെടുക്കണം. അതിനാൽ വളരെ സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കണം. ബാബ, അങ്ങല്ലാതെ നമുക്ക് രണ്ടാമതാരുമില്ല. കേവലം ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കൂ. കൊച്ചു കൊച്ചു കുട്ടികളെ എന്ന പോലെ എത്ര സഹജമായ രീതിയിലാണ് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. മറ്റൊരു പ്രയാസവും നൽകുന്നില്ല. കേവലം ഓർമ്മിക്കൂ. കാമചിതയിലിരുന്ന് നിങ്ങൾ കത്തി മരിച്ചു. ഇപ്പോൾ ജ്ഞാനചിതയിലിരുന്ന് പവിത്രമാകൂ. നിങ്ങളോട് ചോദിക്കുന്നു, താങ്കളുടെ ഉദ്ദേശം എന്താണ്? പറയൂ. ശിവ് ബാബ സർവരുടെയും പിതാവാണ്. ആ ഒന്ന് പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമായി മാറും. കലിയുഗത്തിൽ എല്ലാവരും തമോ പ്രധാനമാണ്. സർവരുടെയും സദ്ഗതി ദാതാവ് ഒരു ബാബയാണ്. ഇപ്പോൾ ബാബ പറയുന്നു, കേവലം എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ തുരുമ്പ് മാറും. ഇത്രയും സന്ദേശം കൊടുക്കുവാൻ സാധിക്കുമല്ലോ. സ്വയം ഓർമ്മിക്കുമ്പോഴാണ് മറ്റുള്ളവരെയും ഓർമ്മിപ്പിക്കുവാൻ സാധിക്കുന്നത്. സ്വയം ഓർമ്മിക്കുന്നുണ്ട് എങ്കിൽ മറ്റുള്ളവരോട് താല്പര്യത്തോടെ പറയും. ഇല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്നും വരില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, എവിടെയായിരുന്നാലും എത്ര സാധിക്കുമോ കേവലം ഓർമ്മിക്കൂ. ആരെ കണ്ടുമുട്ടിയാലും അവർക്ക് ഈ ശിക്ഷണം നൽകൂ. മൃത്യു മുന്നിൽ നിൽക്കുന്നു. ബാബ പറയുന്നു, നിങ്ങളെല്ലാവരും തമോ പ്രധാനവും പതീതവുമായിരിക്കുന്നു. ഇപ്പോൾ എന്നെ ഓർമ്മിക്കൂ, പവിത്രമാകൂ. ആത്മാവ് തന്നെയാണ് പതീതമായിരിക്കുന്നത്. സത്യയുഗത്തിൽ പാവന ആത്മാവാണ്. ബാബ പറയുന്നു, ഓർമ്മയിലൂടെ തന്നെയാണ് ആത്മാവ് പാവനമാകുന്നത്. മറ്റൊരു ഉപായവുമില്ല. ഈ സന്ദേശം സർവർക്കും കൊടുത്തുകൊണ്ടിരിക്കൂ. എങ്കിലും വളരെ പേരുടെ മംഗളം ചെയ്യും. മറ്റൊരു പ്രയാസവും നൽകുന്നില്ല. എല്ലാ ആത്മാക്കളെയും പാവനമാക്കുന്നവൻ പതീത പാവനായ ബാബ തന്നെയാണ്. ഏറ്റവും ഉത്തമത്തിലും ഉത്തമ പുരുഷൻ ആക്കുന്നവൻ ബാബയാണ്. ആരാണോ പൂജ്യരായിരുന്നത് അവർ തന്നെ പിന്നെ പൂജാരി ആയിരിക്കുന്നു. രാവണ രാജ്യത്തിൽ നമ്മൾ പൂജാരിയായിരിക്കുന്നു. രാമരാജ്യത്തിൽ പൂജ്യരായിരുന്നു. ഇപ്പോൾ രാവണ രാജ്യത്തിൻ്റെ അന്തിമമാണ്. നമ്മൾ പൂജാരിയിൽ നിന്നും വീണ്ടും പൂജ്യരാകുന്നു. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. വൃദ്ധരുടെയും സർവീസ് ചെയ്യണം. ബന്ധുമിത്രാദികൾക്കും സന്ദേശം കൊടുക്കൂ. സത്സംഗം, ക്ഷേത്രം തുടങ്ങിയവ അനേകം പ്രകാരത്തിലുണ്ട്. നിങ്ങളുടേതാണെങ്കിൽ ഒരു പ്രകാരത്തിലുള്ളവയാണ്. കേവലം ബാബയുടെ പരിചയം നൽകണം. ശിവ് ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ സ്വർഗത്തിൻ്റെ അധികാരിയാകും. നിരാകാരനായ ശിവ് ബാബ, സർവരുടെയും സദ്ഗതി ദാതാവായ ബാബ ആത്മാക്കളോട് പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമായി മാറും. ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് സഹജമാണല്ലോ. വൃദ്ധകളുടെയും സേവനം ചെയ്യുവാൻ സാധിക്കും. മുഖ്യ കാര്യം തന്നെ ഇതാണ്. വിവാഹ ആഘോഷങ്ങൾ മറ്റും എവിടെ പോയാലും കാതിൽ ഈ കാര്യം കേൾപ്പിക്കൂ. ഗീതയുടെ ഭഗവാൻ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ഈ കാര്യം എല്ലാവരും ഇഷ്ടപ്പെടും. കൂടുതൽ പറയേണ്ട ആവശ്യം തന്നെയില്ല. കേവലം ബാബയുടെ സന്ദേശം നൽകണം. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ശരി, ഭഗവാൻ പ്രേരണ നൽകുന്നു എന്ന് വിചാരിക്കൂ. സ്വപ്നത്തിൽ സാക്ഷാത്കാരമുണ്ടാകുന്നു. ശബ്ദം കേൾക്കുവാൻ കഴിയുന്നു. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമായി മാറും. നിങ്ങൾ സ്വയവും ഈ ചിന്തനം ചെയ്തുകൊണ്ടിരിക്കൂ. എങ്കിൽ തോണി അക്കരെ എത്തും. നമ്മൾ പ്രാക്ടിക്കലിൽ പരിധിയില്ലാത്ത ബാബയുടേതായിരിക്കുന്നു. ബാബയിൽ നിന്നും 21 ജന്മത്തേക്കുള്ള സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. ബാബയെ മറക്കുന്നതിലൂടെയാണ് പ്രയാസമുണ്ടാകുന്നത്.
ബാബ എത്ര സഹജമായി പറഞ്ഞു തരുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ ആത്മാവ് സദോ പ്രധാനമായി മാറും. ഇവർക്ക് തീർച്ചയായും ശരിയായ വഴി ലഭിച്ചിരിക്കുകയാണ് എന്നെല്ലാവരും മനസ്സിലാക്കും. ഈ വഴി ആർക്കും ഒരിക്കലും പറഞ്ഞു തരുവാൻ സാധിക്കില്ല. അഥവാ ശിവബാബയെ ഓർമ്മിക്കൂ എന്ന് അവർ പറയുകയാണെങ്കിൽ പിന്നെ സന്യാസിമാരുടെയും ഒക്കെ അടുക്കൽ ആര് പോകുവാനാണ്? നിങ്ങൾക്ക് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത സമയം വരും. ബാബയെ ഓർമ്മിച്ച് ശരീരം ഉപേക്ഷിക്കും. അന്തിമകാലത്തിൽ ആരാണോ ശിവബാബയെ സ്മരിക്കുന്നത് അവർ പിന്നെ നാരായണ വംശത്തിൽ പിന്നെയും വരും. ലക്ഷ്മി നാരായണന്റെ ഡിനസ്റ്റിയിൽ വരുമല്ലോ. അടിക്കടി രാജപദം നേടും. കേവലം ബാബയെ ഓർമ്മിക്കൂ, സ്നേഹിക്കൂ. ഓർമ്മയില്ലാതെ എങ്ങനെ സ്നേഹിക്കും? സുഖം ലഭിക്കുന്നു, അതിനാലാണ് സ്നേഹിക്കുന്നത്. ദുഃഖം കൊടുക്കുന്നവരെ സ്നേഹിക്കാറില്ല. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നു, അതിനാൽ എന്നെ സ്നേഹിക്കൂ. ബാബയുടെ മതമനുസരിച്ച് നടക്കണമല്ലോ. ശരി. മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സന്തോഷത്തിലിരിക്കുന്നതിനായി ഓർമ്മയുടെ പ്രയത്നം ചെയ്യണം. ഓർമ്മയുടെ ബലം ആത്മാവിനെ സദോ പ്രധാനമാക്കുന്ന ഒന്നാണ്. സ്നേഹത്തോടെ ഒരു ബാബയെ ഓർമ്മിക്കണം. ഉയർന്ന പദവി നേടുന്നതിനു വേണ്ടി പഠനത്തിൽ പരിപൂർണ ശ്രദ്ധ നൽകണം. ഭാഗ്യത്തിൽ എന്തുണ്ടാകുമോ അത് എന്നത് പാടില്ല. അലംഭാവം ഉപേക്ഷിച്ച് പൂർണ്ണമായും സമ്പത്തിൻ്റെ അധികാരിയാകണം. വരദാനം: പരിധിയുള്ള ഉത്തരവാദിത്വങ്ങളെ പരിധിയില്ലാത്തതിലേക്ക് പരിവർത്തനപ്പെടുത്തുന്ന സ്മൃതി സ്വരൂപവും നഷ്ടോമോഹയുമായി ഭവിക്കട്ടെ. നഷ്ടോമോഹ ആകുന്നതിനു വേണ്ടി കേവലം തൻ്റെ സ്മൃതി സ്വരൂപത്തെ പരിവർത്തനപ്പെടുത്തൂ. മോഹം വരുന്നത് ഞാൻ ഗൃഹസ്ഥിയാണ്, എൻ്റെ വീട്, എൻ്റെ ബന്ധങ്ങൾ, ഈ സ്മൃതി ഉണ്ടായിരിക്കുമ്പോഴാണ്. ഇപ്പോൾ ഈ പരിധിയുള്ള ഉത്തരവാദിത്വത്തെ പരിധിയില്ലാത്ത ഉത്തരവാദിത്വത്തിലേക്ക് പരിവർത്തനപ്പെടുത്തൂ. പരിധിയില്ലാത്ത ഉത്തരവാദിത്വം നിറവേറ്റുകയാണെങ്കിൽ പരിധിയുള്ളവ സ്വതവേ പൂർത്തീകരിക്കപ്പെടും. എന്നാൽ അഥവാ പരിധിയില്ലാത്ത ഉത്തരവാദിത്വത്തെ മറന്ന് കേവലം പരിധിയുള്ള ഉത്തരവാദിത്വം നിറവേറ്റുകയാണെങ്കിൽ അത് കൂടുതൽ മോശമാവുകയാണ് ചെയ്യുന്നത്. കാരണം ആ കടമ മോഹത്തിൻ്റെ രോഗമായി മാറുന്നു. അതിനാൽ തൻ്റെ സ്മൃതി സ്വരൂപത്തെ പരിവർത്തനപ്പെടുത്തി നഷ്ടമോഹ ആകൂ. സ്ലോഗൻ: പ്രശ്നങ്ങളാകുന്ന മേഘങ്ങളെ സെക്കൻഡിൽ മറികടക്കാൻ തക്കവണ്ണം തീവ്രമായി പറന്നുകൊണ്ടിരിക്കൂ. അവ്യക്ത സൂചന: ഏകതയുടെയും വിശ്വാസത്തിൻ്റെയും വിശേഷതയിലൂടെ സഫലത സമ്പന്നമാകൂ. ഏതൊരു കാര്യത്തിൻ്റെയും സഫലതയുടെ 2 ശ്രേഷ്ഠ ഭുജങ്ങളാണ്. 1 പരസ്പര വിശ്വാസം, 2 ഏകത. എവിടെയാണോ സംഘടിത രൂപത്തിൽ എല്ലാവരുടെയും ഏകമതം ഉള്ളത്, പരസ്പരം അന്യോന്യം വിശ്വാസം ഉള്ളത്, അവിടെ സഫലത കഴുത്തിലെ മാലയായിരിക്കും. സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ്, അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. എന്നാൽ അഥവാ ആരുടെയെങ്കിലും സംസ്കാരം ഉരസൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ രണ്ടാമത്തെയാൾ കൈയടിക്കാതിരിക്കൂ, ശബ്ദമുണ്ടാക്കാതിരിക്കൂ എന്നർത്ഥം. ഓരോരുത്തരും സ്വയം തന്നെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏകത നിലനിൽക്കും.
ബാബ്ദാദയുടെ ദിവ്യ അലൗകിക കൂട്ടുകെട്ട് എനിക്ക് അനുഭവമാകുന്നു. അവ്യക്ത ദേശത്തിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അനുഭവം എനിക്കുണ്ടാകുന്നു. ഈ അവ്യക്ത ദേശത്തിൽ അവ്യക്ത ബാബ്ദാദയുടെ മുന്നിൽ ജ്ഞാനസൂര്യൻ്റെയും ജ്ഞാനചന്ദ്രൻ്റെയും സൻഖത്ത് ഒരു ആത്മീയ നക്ഷത്രമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ബാബ്ദാദയുടെ മസ്തകത്തിൽ നിന്നും ജ്ഞാനസൂര്യൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മനക്ഷത്രത്തിൽ പതിക്കുന്നു. ജ്ഞാനസൂര്യൻ്റെ സർവ ഗുണങ്ങളുടെയും ഈ കിരണങ്ങൾ പതിക്കുമ്പോൾ ആ ഗുണങ്ങൾ എന്നിൽ ധാരണയാകുന്നു. ജ്ഞാനം മാസ്റ്റർ ജ്ഞാനസൂര്യനായി സ്വയം അനുഭവിക്കുന്നു. ജ്ഞാനചന്ദ്രൻ്റെ ശീതളമായ കിരണങ്ങൾ എന്നിൽ പതിക്കുമ്പോൾ എൻ്റെ സ്വരൂപവും ശീതളമായി മാറുന്നു. ജ്ഞാനസൂര്യൻ്റെയും ജ്ഞാനചന്ദ്രൻ്റെയും ശക്തിയുടെയും ശീതളതയുടെയും ഡബിൾ ഫോഴ്സ് എനിക്ക് ഒരു ദിവ്യവും അലൗകികവുമായ നിറവ് പകർന്നു തരുന്നു. ഞാൻ സംതൃപ്ത ആത്മാവായി സഫലതാ നക്ഷത്രമായി സ്വയം അനുഭവിക്കുന്നു. ബാബ്ദാദയുടെ വരദാനി ദൃഷ്ടിയിലൂടെ വിജയീ രത്നമായി മാറാനുള്ള വരദാനം എനിക്ക് പ്രാപ്തമാകുന്നു. ഈ ശ്രേഷ്ഠസ്ഥിതിയും ദിവ്യ അനുഭവങ്ങളും പ്രാപ്തമാക്കി മാസ്റ്റർ ജ്ഞാനസൂര്യനായി ഞാൻ വ്യക്തദേഹത്തിൽ വേറിട്ടും ബാബയ്ക്ക് പ്രിയപ്പെട്ടും സ്ഥിതി ചെയ്യുന്നു. പ്രകൃതിയിലെ സൂര്യൻ്റെ പ്രകാശകിരണങ്ങൾ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നത് പോലെ മാസ്റ്റർ ജ്ഞാനസൂര്യനായ എന്നിൽ നിന്നും ഈശ്വരീയ ശക്തിയുടെയും ശീതളതയുടെയും കിരണങ്ങൾ പ്രസരിക്കുന്നു. ആ കിരണങ്ങൾ അന്യ ആത്മാക്കളുടെ
അധമ സംസ്കാരങ്ങളാകുന്ന കീടാണുക്കളെ ഭസ്മമാകട്ടെ. ജ്ഞാനസൂര്യൻ്റെ യഥാർത്ഥ പരിചയവും പ്രാപ്തിയും നേടാനുള്ള ഭാഗ്യം സിദ്ധമാകട്ടെ.